ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി കേട്ടും കണ്ടും പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് എന്നാലും കേട്ട ക്വസ്റ്റ്യൻസും കണ്ട ക്വസ്റ്റ്യൻസും ഒന്നും കൂടി എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ പേന പേപ്പർ എടുത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് പറയുന്നതനുസരിച്ച് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി ചമ്പാരം സത്യാഗ്രഹം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി നിസ്സഹരണ സമരം. ഏതാടാ ഉത്തരം? ഏതാണ് ക്വസ്റ്റ്യൻ കിട്ടിയ ആൻസർ? ഏതാണ്? നിസ്സഹരണ സമരം അല്ലേ? അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹരണ സമരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനം നടത്തിയതാണ് ഏത് ക്വിറ്റ് ഇന്ത്യ സമരം. അവസാനം നടത്തിയത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നമുക്ക് ഇതിന്റെയൊക്കെ വർഷങ്ങളൊന്ന് നോക്കിയാലോ. ഉപ്പ് സത്യാഗ്രഹം വർഷം എത്രയാണ്? 1930. ക്വിറ്റ് ഇന്ത്യ സമരം പറഞ്ഞേ 1942. ചമ്പാരം സത്യാഗ്രഹം എത്രയാണ് വർഷം? 1917. നിസ്സഹരണ സമരം 1920. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, 4 നിന്നും വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കുന്നു. എല്ലാത്തിന്റെ വർഷം പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം 42, ഉപ്പ് സത്യാഗ്രഹം 1930, ചമ്പാരം സത്യാഗ്രഹം 1917, നിസ്സഹരണ സമരം 1920. രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധപ്പെടാത്ത പ്രസ്താവന ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഏതൊരു ഇന്ത്യക്കാരനും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻ സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഓപ്ഷൻ ഡി എന്താണ്? വിചാരണ കൂടാതെ തടവിലിടാം. എന്താണ് നമ്മുടെ ഉത്തരം? എന്താണ്? ഓപ്ഷൻ സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. അപ്പോഴേടാ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ PSCയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമ്മൾ ഈ വിപ്രാളത്തിൽ എന്താണ് ബന്ധപ്പെടാത്തത് നമ്മൾ ശ്രദ്ധിക്കില്ല. ബന്ധപ്പെടാത്തത്, ഓക്കെ, ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബന്ധപ്പെടാത്തത്? കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ബാക്കി എല്ലാം അതുമായിട്ട് ബന്ധമുള്ളതാണ് അല്ലേ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ബി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി എന്താണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ആരുമായിട്ടാണ് പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? ഡോക്ടർ BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഒപ്പിട്ട സന്ധിയാണ് എന്ത് പൂന സന്ധി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരൊക്കെയാണ്? BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാണ് ഒപ്പിട്ടത്. വർഷം എന്താണ്? 1932. 1932 ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയും കൂടെ ഒപ്പുവെച്ച സന്ധിയാണ് എന്ത്? പൂന സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ കസ്തൂർബ ഗാന്ധി, ഓപ്ഷൻ ബി അരുണ ആസഫ് അലി, ഓപ്ഷൻ സി എന്താണ്? ക്യാപ്റ്റൻ ലക്ഷ്മി, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ഉത്തരം പറഞ്ഞേ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ കാണും. ഏതാണ്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. കസ്തൂർബ ഗാന്ധി നിങ്ങൾക്കറിയാം ആരാണ്? മഹാത്മാഗാന്ധിയുടെ ഭാര്യ. ക്യാപ്റ്റൻ ലക്ഷ്മിയെ കുറിച്ച് എന്തറിയാം? ഝാൻസി റാണി റെജിമെന്റ് നേതാവായിരുന്നു. സരോജിനി നായിഡു എന്താണ്? നമ്മുടെ ഫസ്റ്റ് INCയുടെ ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ആയിരുന്നു ആര്? സരോജിനി നായിഡു. അപ്പൊ അത് ഓർത്ത് വെച്ചോളേ. സരോജിനി നായിഡു ഫസ്റ്റ് വനിതാ INC പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? അപ്പൊ ആരുടെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാലും കേട്ടോളൂ. ഓപ്ഷൻ ഇതാണ്: രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ബാലഗംഗാധർ തിലക്. ആരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. അപ്പം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നാൽ ഓപ്ഷൻ എ നോക്കിയ രവീന്ദ്രനാഥ് ടാഗോറായിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്ത്യയുടെ ദേശീയ ഗാനം, ശ്രദ്ധിക്കുക, ദേശീയ ഗീതമല്ല, ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. നമുക്ക് എപ്പോഴും തെറ്റിപ്പോകും കേട്ടോ, ഗീതവും ഗാനവും തമ്മിൽ ശ്രദ്ധിക്കുക. ദെൻ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി അല്ലേ? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണ്?
ജയ് ജവാൻ ജയ് കിസാൻ അല്ലേ? എന്താണ്? ജയ് ജവാൻ ജയ് കിസാൻ ആരാണ് പറഞ്ഞത്? ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, അതുപോലെ ബാലഗംഗാധർ തിലക് ആണെങ്കിലോ എന്താണ് ബാലഗംഗാധർ തിലക് എന്ന് പറയാം? മറാത്തി പത്രം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം നമുക്ക് പറയാം, എന്താണ്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്. എന്താണ്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. എന്താണ്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ബാലഗംഗാധർ തിലക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം എന്താണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. താഴെ പറയുന്ന സൂചനകൾ നോക്കി അത് ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ സൂചന ഇതാണ്: കേന്ദ്രത്തിനും അന്നത്തെ പ്രാവിശ്യകൾക്കും അധികാരം വിഭജിച്ചു. രണ്ടാമത്തത് 321 വിഭാഗങ്ങളും 10 പട്ടികകളും. 3 ദുർബല വിഭാഗം, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവയ്ക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. അപ്പം താഴെ തന്നിരിക്കുന്ന ഈ സൂചനകൾ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് PSC ചോദിച്ചത്. ആക്ടുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക് ആക്ട്. 2 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 4 എന്താണ്? വെർണക്കുലാർ പ്രസ് ആക്ട്. ഏതാണ് ഉത്തരം? ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് എന്ത്? ഇത് മൂന്നും. ഈ 3 സൂചനകളും ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി. എന്തൊക്കെയാണ്? 321 വിഭാഗങ്ങളുണ്ട്. അപ്പൊ അത് പഠിച്ചു വെച്ചോണേ. 321 വിഭാഗങ്ങൾ, അതുപോലെ 10 പട്ടികകളുണ്ട്. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3 സൂചനകളും 3 പോയിന്റ് ആണ്. ദെൻ അതിനെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? ദുർബല വിഭാഗം, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിങ്ങനെ. അതുപോലെ എന്താണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രൊവിൻസുകൾക്ക് അല്ലെങ്കിൽ പ്രാവിശ്യകൾക്കും അധികാരം വിഭജിച്ചു കൊടുത്തു. ഇതൊക്കെ ഏതായിരുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തതേത്? കാരണം ഇതാണ് PSCയുടെ പ്രത്യേകത. എന്താണ് പെടാത്തത്? അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ട നിർമ്മാണ സഭ, ഓക്കെ ഇത് നമുക്കറിയാം എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റി എഴുതും. പക്ഷേ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പെടാത്തതേത്? താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത്. അത് വളരെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 3ാമത്തതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്നത്. പെടാത്തത് ഏതൊക്കെയാണ് നോക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ശരിയല്ലേ? ശരിയാണ്. ദെൻ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ശരിയാണ്. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. എന്താണ്? തെറ്റാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരിയാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ? ജവഹർലാൽ നെഹ്റു അല്ല, അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. പിന്നെ നമുക്ക് ഇതിന് 3 പോയിന്റ് കിട്ടി. എന്തൊക്കെയാണ്? 2 വർഷം 11 മാസം 17 ദിവസമാണ് അതിന്റെ കാലയളവ്. ദെൻ അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ആദ്യ സമ്മേളനം നടന്ന വർഷവും നമുക്ക് കിട്ടി. ഓക്കെ, നോക്കിക്കോളൂ. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 32ാം ഭേദഗതി, ഓപ്ഷൻ ബി 23ാം ഭേദഗതി, ഓപ്ഷൻ സി 41ാം ഭേദഗതി, ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. ഏതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്? ഏതാണ്? 42ാം ഭേദഗതി അല്ലേ? എന്തുകൊണ്ടാണ് 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം? കാരണം ആ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? 42ാമത്തെ ഭേദഗതി. 42ാം ഭേദഗതിയാണ് എന്ത്? ചെറു ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിലാണ്ടേ? ലോകസഭയാണോ, രാജ്യസഭയാണോ, രാഷ്ട്രപതിയാണോ, പാർലമെന്റ് ആണോ? ആരാണ്? അതെ, ആരാണ്? പാർലമെന്റിലാണ്. ഓക്കെ, പാർലമെന്റിനാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള ആകെ അധികാരം ആർക്കാണ്? പാർലമെന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജനങ്ങളുടെ പരമാധികാരം, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? അതെ, ഏതാണ്? മൗലിക കടമകൾ അല്ലേ? മൗലിക കടമകളാണ്. എത്ര മൗലിക കടമകളുണ്ടേ? 11 അല്ലേ? 11 ഏത് ഭാഗത്താണ് അറിയപ്പെടുന്നത്? 4A എന്ത്?
മൗലിക കടമകൾ അറിയുന്നത്? ഓക്കെ, ദെൻ മൗലിക കടമകൾ ഏത് പാർട്ടിലാണ്? 4A മൗലിക കടമകൾ വരുന്നത്. ദെൻ അടുത്ത നോക്കിയ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഏത് ഭാഗത്താണ്? 2ാമത്തെ ഭാഗത്താണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ വരുന്നതാണ്. ദെൻ അടുത്ത മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? 4ാമത്തെ ഭാഗത്ത് വരുന്നു. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിനകത്ത് വരുന്നതാണ് എന്ത്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഇപ്പൊ മൗലിക അവകാശങ്ങൾ ഏതാണ്? 2ാമത്തെ ഭാഗം 12 മുതൽ 35 ആർട്ടിക്കിൾ വരെ വരുന്നു. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏതൊക്കെയാണ്? 4ാമത്തെ ഭാഗം 36 മുതൽ 51 വരെ വരുന്ന ആർട്ടിക്കിൾസ് ആണ്. ദെൻ 1ാമത്തെ ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്നത് ഏതാണ്? പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം. ഓക്കെ, അപ്പൊ ഇതിലെന്താണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദാറ്റ് ഈസ് മൗലിക കടമകൾ. ഓക്കെ, മൗലിക കടമകൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. ശ്രദ്ധിക്കണേ, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. 1ാമത്തെ ആൾ ആരാണ്? ശ്രീനാരായണ ഗുരു. 2 കുമാരനാശാൻ, വൈകുണ്ഠ സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി. അപ്പം ഏതാണ് സമപന്തി ഭോജനം ആരുടേതാണ്? അതെ, വൈകുണ്ഠ സ്വാമികളുടേതാണ് സമപന്തി ഭോജനം. അപ്പൊ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ, എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലേ. അതുപോലെ അയ്യങ്കാളിക്ക് ഒരു ഇത് പറയാം, എന്താണ്? വില്ലുവണ്ടി സമരം. അപ്പൊ വില്ലുവണ്ടി സമരം ഒക്കെ കൊണ്ടുവന്ന ഇത് ആരതാണ്? അയ്യങ്കാളി. ദെൻ ശ്രീനാരായണ ഗുരു എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ദെൻ വൈകുണ്ഠ സ്വാമികളായിരുന്നു എന്ത്? സമപന്തി ഭോജനം. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് പറയുക. അപ്പൊ നോക്കൂ, 1ാമത്തെ ഓപ്ഷൻ വേദാധികാര നിരൂപണം, 2 സമത്വ കേരളം, 3 സമന്വയ കേരളം, 4 വേദപ്രകാശം. അപ്പൊ ഇത് തന്നെ കണ്ടോ, ഭയങ്കര കൺഫ്യൂഷൻ കൊണ്ടുവരാനാണ് ഈ വേണ്ട. വേദാധികാരം, വേദപ്രകാശം, അതുപോലെ സമന്വയ, സമത്വം. അപ്പൊ നമുക്ക് തോന്നിച്ചു ഇത് ഏതാണെന്ന് ഒരു പിടിയില്ല. നല്ല വൃത്തിയെ പഠിച്ച് കേട്ട് പോണവർക്ക് മാത്രമേ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനകത്ത് താഴെ കൊടുത്തിൽ ഏതാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതി എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ എ, വേദാധികാര നിരൂപണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. അപ്പൊ ആരുടെ ഇത്രയും ഇത് പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കണ്ണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് പറഞ്ഞത് ആരാണിത് പറഞ്ഞത്? പറഞ്ഞു ആരാണ് പറഞ്ഞത്? അയ്യങ്കാളി അല്ലേ. അയ്യങ്കാളി പറഞ്ഞ വാക്കാണിത്. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. ശ്രദ്ധിച്ചോളാം, ഇതാര് പറഞ്ഞതാണ്? അയ്യങ്കാളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി ചാനാർ ലഹള. ഓപ്ഷൻ സി ഗുരുവായൂർ സത്യാഗ്രഹം. ഓപ്ഷൻ ഡി എന്താണ്? വൈക്കം സത്യാഗ്രഹം. ഏതാണ് സവർണ ജാഥ? മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരമോടെ? ഏതാണ്? വൈക്കം സത്യാഗ്രഹം. എന്താണ്? വൈക്കം സത്യാഗ്രഹം. അപ്പൊ വൈക്കം ഒരു ക്വസ്റ്റ്യൻ കിട്ടി. സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്ക് മറ്റു സമരങ്ങളുടെ വർഷം ഒന്ന് നോക്കിയാലോ. ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് 1936. ദെൻ അടുത്തത് ചാനാർ ലഹള എന്നാണ് 1859. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇപ്പൊ 3 വർഷങ്ങൾ പഠിച്ചേ. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ, ദെൻ ചാനാർ ലഹള 1859. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഓക്കെ, ഇപ്പൊ സവർണ ജാഥ, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഏത് സ്ഥലമാണ്? ആലപ്പുഴ. ഓപ്ഷൻ ബി അമ്പലപ്പുഴ. ഓപ്ഷൻ സി ആലുവ. ഓപ്ഷൻ ഡി എന്താണ്? അരുവിപ്പുറം. ഏത് സ്ഥലമാണ്? ആലുവ. ഏതാണ്? ആലുവ. അപ്പൊ എന്താണ് സർവമത സമ്മേളനം? ആരാണ്? അപ്പം ഒരു ക്വസ്റ്റ്യനായി ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് സർവമത സമ്മേളനം. അത് നടത്തിയ സ്ഥലം ഏതാണ്? ആലുവ. ഓക്കെ, ഏതാണ്? ആലുവ. ഓക്കെ അല്ലേ?
ഓക്കെ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. ഓപ്ഷൻ ബി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. ഓപ്ഷൻ സി, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി. ഓപ്ഷൻ ഡി, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതി. അപ്പോൾ വ്യക്തമായിട്ട് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബന്ധു ക്ലിനിക് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ബന്ധു ക്ലിനിക് ആകുമ്പോൾ ബന്ധുക്കളെയൊക്കെ സംരക്ഷിക്കാനായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കും. മാത്രമല്ല, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഒട്ടും തോന്നാത്തൊരു ഓപ്ഷനുമാണ് ഉത്തരവും. ഏതാണോടാ ഓപ്ഷൻ? ഏതാണ് ഉത്തരം? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. ശ്രദ്ധിച്ചോ, ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയുള്ളതൊന്നും അല്ല. ഏതാണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണെന്ത്? ബന്ധു ക്ലിനിക് പദ്ധതി. അപ്പൊ ബന്ധു ക്ലിനിക് പദ്ധതി ആർക്കുള്ളതാടേ? ഇനി നിങ്ങളത് മറക്കൂല. കാര്യം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തന്നു. എന്താണ് ബന്ധു ക്ലിനിക്? എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ഏത്? ബന്ധു ക്ലിനിക് പദ്ധതി. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. എന്താണ്? സത്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? മലയാള മനോരമ, ദീപിക, കേരള കൗമുദി, മാതൃഭൂമി. ഏതാണ്? അതെ, മാതൃഭൂമി. സത്യം, സമത്വം, സുന്ദരം. ഏതാണ്? സത്യം, സമത്വം, സുന്ദരം. ഇത് ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? ഏതാണ്? മാതൃഭൂമി. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇത് തോന്നും. കാരണം ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യനോ? അതെ, ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യനാണ് PSC 2025 ചോദിച്ചത്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ഓപ്ഷൻ എ 15 ഓഗസ്റ്റ് 1947. ഓപ്ഷൻ ബി 26 ജാനുവരി 1950. ഓപ്ഷൻ സി 2 ഒക്ടോബർ 1948. ഓപ്ഷൻ ഡി എത്രയാണ്? 26 നവംബർ 1949. അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? 1950 ജാനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. 1950 ജാനുവരി 26-ന് അല്ലേ? അങ്ങനെയാണെങ്കിലേ 15 ഓഗസ്റ്റ് 1947 എന്താണ്? ഇന്ത്യ എന്തായതാണ്? ഇന്ത്യ സ്വാതന്ത്ര്യമായതല്ലേ? ഇന്ത്യ സ്വാതന്ത്ര്യമായതാണ് എന്ന് 1947 ഓഗസ്റ്റ് 15. അതുപോലെ എന്താണ്? നവംബർ 26-ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലേ? നവംബർ 26 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വാതന്ത്ര്യമായതും റിപ്പബ്ലിക് ആയതും തമ്മിൽ തെറ്റിപ്പോകരുത്. റിപ്പബ്ലിക് ആയ വർഷം 26 ജനുവരി 1950. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഓപ്ഷൻ ബി സർദാർ പട്ടേൽ. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി എന്താണ്? രാജേന്ദ്ര പ്രസാദ്. ഏതാണ് ഉത്തരം? ഓക്കെ, അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആ സമയത്ത് എന്തായിരുന്നു? ഉപപ്രധാനമന്ത്രി ആയിരുന്നു അല്ലേ? ഉപപ്രധാനമന്ത്രിയും അതുപോലെ തന്നെ എന്താണ്? ആഭ്യന്തര മന്ത്രിയുമായിരുന്നു. ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തര മന്ത്രിയുമായിരുന്നു. രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു അല്ലേ? ആദ്യത്തെ രാഷ്ട്രപതി. അപ്പം ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി രാജാ ഗോപാലാചാരി. ഓപ്ഷൻ സി അംബേദ്കർ. ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ. ആരാണ്? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ആരാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഇത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ? അതിലൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ താഴെ പറഞ്ഞാൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സർദാർ പട്ടേൽ. ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സി BR അംബേദ്കർ. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആരാടെ ഇന്ത്യൻ ഭരണഘടന രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ? അതെ, BR അംബേദ്കർ. ആണ്. BR അംബേദ്കർ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അങ്ങനെയെങ്കിൽ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലേ? രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി
ചെയർമാൻ ആയിരുന്നു. അതുപോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് ഒരു ഇത് പറയാമല്ലോ, എന്താണ്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആര്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇതിനകത്ത് രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓർത്തു വയ്ക്കുക. അതുപോലെ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? എന്താണ്? എവിടെ? പേര് നോക്കിക്കേ, സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, സെന്റർ ഫോർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി മദ്രാസ്. എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇപ്പൊ സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെ എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഈ ക്വസ്റ്റ്യൻ SCERT ടെസ്റ്റിനകത്ത് ഒരു സംഭവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് SCERT ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 2 ബോക്സ് ആയിട്ട് തിരിച്ച് കൃത്യമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസും എവിടെയാണ് ആസ്ഥാനം എന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് SCERTയുടെ സോഷ്യൽ സയൻസ് ടെസ്റ്റിനകത്ത് അത് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് SCERTയുടെ ഇത് എല്ലാം നിങ്ങൾ കാണണം, SCERT സീരീസ് കാണണം. ഓക്കെ, അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ഭൂഷൺ രാംകൃഷ്ണ ഗവായ്, ഓപ്ഷൻ ബി DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ സി രഞ്ജൻ ഗഗൈ, ഓപ്ഷൻ ഡി ഉദയ് ഉമേഷ് ലളിത്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ 2025 PSC ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ സംഭവം എന്താണ്? ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ക്വസ്റ്റ്യൻ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2-3 ദിവസത്തിനകത്ത് നമ്മുടെ ആള് മാറി. അപ്പം ഇത് 52. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ആരാണ്? PR ഗവായ് അല്ലേ. പക്ഷേ നിലവില് 53ാമത്തെ ആള് വന്നു. ആരാണ് ആള്? സൂര്യകാന്ത്. അപ്പം പുതിയതായിട്ട് ആള് വന്നു. 53ാമത്തെ ആളാണ് ഇപ്പോൾ ഉള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. ഒരു കറണ്ട് അഫെയർ ആണ്. അടുത്ത പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഓർത്തിരുന്നോ, 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഉള്ള ആള് പേര് സൂര്യകാന്ത്. ക്വസ്റ്റ്യനിൽ 52 ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുത്തരം PR ഗവായ്. ഓക്കെ, ഓപ്ഷൻ ബി നോക്കിയ DY ചന്ദ്രചൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേട്ടോ. അതുപോലെ രഞ്ജൻ ഗൊഗോയ് എത്രാമത്തെ ആയിരുന്നു? 46ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഉദയ് ഉമേഷ് ലളിത് എത്രാമത്തെ ആയിരുന്നു? 49ാമത്തത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ 52ാമത്തതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നതിന് നമുക്ക് പറയാം ഓപ്ഷൻ എ അല്ലേ, ഭൂഷൺ രാംകൃഷ്ണ ഗവായ് പറയാം. പക്ഷെ നിലവിൽ ഒരു കറണ്ട് അഫെയർ ഉണ്ട്. 53ാമത്തെ ആൾ എത്തിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തതും ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. ഓക്കെ, 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണേ. അടുത്തതും ഒരു കറണ്ട് അഫെയർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻ എ രഘുറാം രാജൻ, ഓപ്ഷൻ ബി ശക്തികാന്ത് ദാസ്, ഓപ്ഷൻ സി IG പട്ടേൽ, ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്. അപ്പൊ ഇത് ഓർത്തു വെച്ചോളൂ, 26. ഇപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ 26 ഏത് RBI ഗവർണർ 26 സഞ്ജയ് മൽഹോത്ര എന്ന് എന്നെ എഴുതി പഠിക്കുക കേട്ടോ. 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇനി ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത് എത്രയാണ്? 25ാമത്തെ ആളായിരുന്നു. 25ാമത്തെ ആളായിരുന്നു ആര്? ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രഘുറാം രാജൻ എത്രയായിരുന്നു? 23ാമത്തെ RBI ഗവർണറായിരുന്നു. 23ാമത്തത്. ഓക്കെ, ശക്തികാന്ത് ദാസ് 25ാമത്തത്. അതുപോലെ സഞ്ജയ് മൽഹോത്രയാണ് നിലവിൽ 26ാമത്തത്. ഓർത്ത 26 സഞ്ജയ് മൽഹോത്ര 26 കേട്ടോ, RBI ഗവർണർ. ഓക്കെ, അതൊരു കറണ്ട് അഫെയർ ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? വീണ്ടും ഉൾപ്പെടുന്നതല്ല, ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി കന്നുകാലി വളർത്തൽ, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ഗതാഗതം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ഗതാഗതം അല്ലേ. ഓപ്ഷൻ ഡി ഗതാഗതം. അപ്പൊ ഗതാഗതമാണ് എന്ത്?
പ്രാഥമിക മേഖലയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടാത്ത, അപ്പം ഈ കൃഷിയും മത്സ്യബന്ധനവും കന്നുകാലി വളർത്തലൊക്കെ എന്താണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ ഗതാഗതം എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടാണോ? അല്ല, അത് ടെറിഷറി സെക്ടറിൽ ഉൾപ്പെട്ടതാണ്. ഏത് നമ്മുടെ ഈ ഗതാഗതം എന്നൊക്കെ പറയുന്നത് പ്രൈമറിയിൽ പെട്ടതല്ല, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ പെട്ടതല്ല ഗതാഗതം. ഓക്കെ, ഉൾപ്പെടാത്തതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ബോറടിച്ചോ നിങ്ങൾക്ക്? ബോറടിക്കണം. നമുക്ക് കേട്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടോളൂ. എത്ര തന്നെ കേട്ടാലും നിങ്ങൾക്ക് അതിൽ ഗുണമേ ചെയ്യത്തുള്ളൂ, ഒരിക്കലും നിങ്ങൾക്ക് ദോഷമില്ല. കേട്ട് പഴകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി പൂർവഘട്ടം, ഓപ്ഷൻ സി പടിഞ്ഞാറൻ തീരം, ഓപ്ഷൻ ഡി എന്താണ് കിഴക്കൻ തീരം. അപ്പൊ ഏതാണ് കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം അല്ലേ. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണെന്ത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ദെൻ അടുത്ത പൂർവ്വഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈസ്റ്റേൺ ഘട്ടം അല്ലേ. പൂർവ്വഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്റ്റേൺ ഘട്ടം എന്താണ് കിഴക്കൻ തീരത്ത് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. കിഴക്കൻ തീരത്ത് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഇത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിക്കുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകൾ. എവിടെയാണ്? നീലഗിരി കുന്നുകളിൽ വെച്ചാണ് ഇവരെ ഒരുമിക്കുന്ന ഇതാണ് നീലഗിരി കുന്നുകൾ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദെൻ പടിഞ്ഞാറൻ തീരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അറബിക്കടൽ അല്ലേ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ളതാണ് പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. അതുപോലെ കിഴക്കൻ തീരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. എന്ന് വെച്ചാൽ നമ്മുടെ കോറോമണ്ടൽ തീരം ഉണ്ടല്ലോ, കോറോമണ്ടൽ തീരം, അതാണ് കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്നതാണ് ഏത് കിഴക്കൻ തീരം. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഭൂഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹോർത്തിക്കസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു? 742. ഓക്കെ, 742 സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തിക്യൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? 742. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ എ മലയാളം, ഓപ്ഷൻ ബി തമിഴ്, ഓപ്ഷൻ സി ഹിന്ദി, ഓപ്ഷൻ ഡി ഉറുദു. ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത്? ഏതാണ്? തമിഴ് അല്ലേ. തമിഴ് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ഏത്? സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? വീണ്ടും ചോദിക്കുന്ന എല്ലാം നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാനാണ്. പെടാത്തത് ഏത്? ഓപ്ഷൻ എ പൊതുമേഖലാ ബാങ്ക്, ഓപ്ഷൻ ബി സഹകരണ ബാങ്ക്, ഓപ്ഷൻ സി സ്വകാര്യ മേഖലാ ബാങ്ക്, ഓപ്ഷൻ ഡി എന്താണ്? വിദേശ ബാങ്ക്. അപ്പം താഴെ തന്നിരിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? സഹകരണ ബാങ്ക് അല്ലേ. നമുക്ക് ഇതിനെ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വാണിജ്യ ബാങ്കുകളെന്നും, രണ്ടാമത്തതിനെ നമുക്ക് എന്താണ്? സഹകരണ ബാങ്കുകളെന്നും രണ്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും അല്ലേ. അതിൽ താഴെത്തന്നെങ്കിൽ വാണിജ്യ ബാങ്കുകളുടെ ഉൾപ്പെടുത്തിപ്പെടാത്ത ഏതാണ്? സഹകരണ ബാങ്ക്. കാരണം രണ്ട് ഇതായിട്ടാണ് നമുക്ക് ബാങ്കുകളെ തിരിക്കാൻ പറ്റുന്നത്, ഒന്ന് വാണിജ്യമെന്നും ഒന്ന് സഹകരണമെന്നും. അതിനകത്ത് ഈ വാണിജ്യ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, വിദേശ ബാങ്ക് ഒക്കെ. ഈ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പൊതുമേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ അല്ലേ. പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്, നമ്മുടെ SBI, അതുപോലെ നമ്മുടെ കാനറ ബാങ്ക്, ഇതൊക്കെ. സ്വകാര്യ മേഖലാ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് HDFC, അതുപോലെ തന്നെ എന്താണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ ICICI ബാങ്ക്, ഇതൊക്കെ എന്താണ്? സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, താഴെ തന്നിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? സഹകരണ ബാങ്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചോളാം. നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അടുത്ത മാറുന്ന സമയത്ത് അത് ഓർത്ത് എഴുതിക്കോളാം. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ, ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് GR അനിൽ, ഓപ്ഷൻ ഡി എന്താണ്? പി പ്രസാദ്. അപ്പം ആരാണ് ഉത്തരം? അബ്ദുറഹിമാൻ ആണ്. അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ആരാണെന്ന് പറയൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. അഡ്വക്കേറ്റ് GR അനിൽ ഏതാണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് അല്ലേ. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്
CR അനിൽ എന്ന് പറയുന്നത്. P പ്രസാദ് എന്താണ്? കൃഷി വകുപ്പ് മന്ത്രി. ഓക്കെ, മന്ത്രിമാരെയൊക്കെ നിങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് അത് മാറുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചോളണം, എഴുതി തന്നെ പഠിച്ചോളണം. എന്തായാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി അബ്ദുറഹിമാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? അപ്പൊ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ആർക്കെതിരെ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന്. എന്താണ്? ഓപ്ഷൻ എ എൻ്റെ കേരളം എത്ര സുന്ദരം, ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം, ഓപ്ഷൻ സി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, ഓപ്ഷൻ ഡി ജീവിതത്തിലേക്ക് തിരികെ വരും. അപ്പം കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കി പോകാത്തൊരു കുട്ടി ഇരുന്ന് ചിന്തിക്കും, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എന്നൊക്കെ വരുമ്പോൾ നമുക്കറിയാം അവരെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കണാണോ? അല്ല. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് അതെന്തായാലും അല്ല, നമുക്കറിയാം. ദെൻ എൻ്റെ കേരളം അതാണോ? അല്ല. പിന്നെ ഏതാണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. എന്താണ്? എന്തായിരുന്നു ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. എന്തിനാണ്? കാര്യം എന്താണ്? വിഷയം എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. അല്ലേ? എൻ്റെ കേരളം എന്നും സുന്ദരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഏതാണ്? ഓപ്ഷൻ സി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണ്? കേരളം. ഏതാണ്? കേരളം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? അപ്പം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് ഇപ്പൊ ആരാണ്? ദ്രൗപദി മുർമു ആണ്. അദ്ദേഹം ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഒറീസ, ഓപ്ഷൻ ബി സി ജാർഖണ്ഡ്, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഏതാണ്? അതെ, ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു ആര്? ദ്രൗപദി മുർമു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. മൗസിം എന്ന അറബിക് പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബിക് പദത്തിന്റെ അർത്ഥം എന്താണ്? കാറ്റുകൾ, ഋതുക്കൾ, പ്രദേശം, ദിശ. ഏതാണ് ഉത്തരം? അതെ, ഋതുക്കൾ. ഏതാണ്? ഋതുക്കൾ. ഇതൊക്കെ ഉണ്ടല്ലോ SCRT ടെസ്റ്റിൽ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, SCRT സീരീസ് നിങ്ങൾ കാണുക, അതിനകത്ത് കൃത്യമായിട്ട് അതുപോലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ മൗസിം എന്ന അറബിക് പദത്തിന്റെ അർത്ഥമൊക്കെ. ഇതൊക്കെ നമ്മുടെ SCRT ടെസ്റ്റിലുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് മൗസിം എന്ന അറബിക് പദത്തിന്റെ അർത്ഥം? ഏതാണ്? ഋതുക്കൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കൃഷ്ണ. ഏതാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി? ഏതാണ്? അതെ, ഗോദാവരിയാണ് അല്ലേ? അപ്പോഴേ നമുക്ക് ഇതിന്റെയൊക്കെ ലെങ്ത് ഒന്ന് നോക്കി വെക്കാം. ലെങ്ത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ താര് രണ്ടാമത്തെ താര് എന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഗോദാവരിയുടെ ലെങ്ത് കേട്ടോളൂ, 1465 കിലോമീറ്റർ ആണ്. മാത്രമല്ല ഇതിനെ ദക്ഷിൺ ഗംഗ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു കേട്ടോ. എന്താണ്? ദക്ഷിൺ ഗംഗ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നതാണ് ആര്? ഗോദാവരി. ദെൻ രണ്ടാമത്തെ അടുത്ത് നമുക്ക് കൃഷ്ണയെ നോക്കാം. കൃഷ്ണയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 1400 കിലോമീറ്റർ കേട്ടോ. 1400 കിലോമീറ്റർ. അപ്പൊ എന്താണ്? കൃഷ്ണയാണ് രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. ഏതാണ്? കൃഷ്ണ. ഓക്കെ, ദെൻ നമുക്ക് നർമ്മദയിലോട്ട് വരാം. നർമ്മദയിലോട്ട് വരുമ്പോൾ എന്താണ്? 1312. ദെൻ മഹാനദി എന്താണ്? 857. ഓക്കെ, അപ്പോ ഇവർ അത്രയും പേരിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. ദക്ഷിൺ ഗംഗ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. രണ്ടാമത്തത് കൃഷ്ണ. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് നർമ്മദയെ നമുക്ക് എന്താണ്? ജീവനാടി, ലൈഫ് ലൈൻ ഓഫ് ആരുടെയൊക്കെ? എന്താണ്? ഗുജറാത്തിന്റെയും അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെയും ജീവിതരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന ആരാണ്? നർമ്മദ. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഒഡീഷയുടെ ദുഃഖമാണ് ആര്? മഹാനദി. എന്താണ്? ഒഡീഷയുടെ ദുഃഖം. ഓക്കെ, കോസി ബീഹാറിന്റെ ദുഃഖം. അങ്ങനെ കുറെ ദുഃഖങ്ങൾ പറയാനുണ്ട്.
അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് കേട്ടോളൂ, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്, രണ്ടാമത്തത് കൃഷ്ണ. ഓക്കെ മതി. then അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ലാട്രേറ്റ് മണ്ണ്, ഓപ്ഷൻ സി കറുത്ത മണ്ണ്, ഓപ്ഷൻ ഡി ചെമ്മണ്ണ്. ഏതാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഏതാണ്? കറുത്ത മണ്ണ് അല്ലേ? ബ്ലാക്ക് കോട്ടൺ സോയിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത്. ഏതാണ്? കറുത്ത മണ്ണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്കൽ മണ്ണിനെ കുറിച്ച് പറയാം. എക്കൽ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വെക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം താഴെ തരുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലാട്രൈറ്റ് മണ്ണ് എന്താണ്? ലാട്രൈറ്റ് മണ്ണ് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ലാട്രൈറ്റ് മണ്ണാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റബ്ബർ, അതുപോലെ തന്നെ എന്താണ് കാപ്പി, തേയില, ഇതൊക്കെ എന്താണ് ലാട്രൈറ്റ് മണ്ണാണ്, അനുയോജ്യമായ മണ്ണാണ്. എക്കൽ മണ്ണിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നെല്ല്, അതുപോലെ തന്നെ എന്താണ് ഗോതമ്പ്, കരിമ്പ്, ഇതിനൊക്കെ അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് ഒന്ന് എക്കൽ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം, കേരളത്തിലാണെങ്കിൽ അത് ലാട്രൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണെങ്കിൽ ഏതാണ്? എക്കൽ മണ്ണ്, കേരളത്തിലാണെങ്കിൽ അത് ലാട്രൈറ്റ് മണ്ണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അപ്പൊ ഇന്ത്യയുടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് പഠിച്ചു വെച്ചോളണം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ഹിമാലയം, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ഏതാണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി? പടിഞ്ഞാറ് ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടൽ. ഓക്കെ, ഇന്ത്യയുടെ കിഴക്കെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ കിഴക്കെന്ന് പറയുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ അല്ലേ? അതുപോലെ ഇന്ത്യയുടെ തെക്കെന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രം. ദെൻ അതുപോലെ വടക്കാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയ പർവ്വത നിരകൾ. ഓക്കെ, ഹിമാലയ പർവ്വത നിരകളാണ് വടക്ക്. അപ്പോൾ വടക്ക് ഹിമാലയ പർവ്വതനിരം. അറബിക്കടൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയാണ്. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ്? തെക്കാണ്. ഇന്ത്യയുടെ കിഴക്കാണ് ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നു, 4 ഓപ്ഷൻസ് വെച്ച് നമുക്കങ്ങനെ പഠിച്ചു. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസിനെ വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കുറച്ച് പഠിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ ആരവല്ലി നിരകൾ, ഓപ്ഷൻ ബി മെക്കാല നിരകൾ, ഓപ്ഷൻ സി വിന്ധ്യ നിരകൾ, ഓപ്ഷൻ ഡി സത്പുര നിരകൾ. ഇപ്പൊ ഏതാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര? ഏതാണ് അറിയാം അല്ലേ നിങ്ങൾക്ക്? ആരവല്ലിയാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം. ഓക്കെ, ആരവല്ലി ഓർത്തു വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സത്പുരയ്ക്ക് ഒരു ഇതുണ്ട്, 7 മടക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 7 മടക്കുകൾ. ഓക്കെ, അതുപോലെ തന്നെ വിന്ധ്യ നിരകൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്നതാണ് വിന്ധ്യ നിരകൾ എന്ന് പറയുന്നത്. അപ്പൊ താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരം ആരവല്ലി നിരകൾ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തതേത്? വീണ്ടും എഗെയിൻ, ഉൾപ്പെടാത്തത് മലനാട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം, ഓപ്ഷൻ സി തീരപ്രദേശങ്ങൾ, ഓപ്ഷൻ ഡി ഇടനാട്. ഇതിൽ ഏതാണ് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ ബി. ബാക്കിയെല്ലാം ഉണ്ടല്ലേ, മലനാട്, തീരപ്രദേശം, ഇടനാടൊക്കെ അതിൽ ഭൂപ്രകൃതിയിൽ ഉൾപ്പെട്ടതാണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തര മഹാസമതലം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ എ ഗോതമ്പ്, ഓപ്ഷൻ ബി പുകയില, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി കടുക്. ഏതാണ്ടാ? ഓപ്ഷൻ സി നെല്ലാണ് പ്രധാനമായിട്ടുള്ള
ഖാരിഫ് വിള ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി നെല്ലാണ്. എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിൻ്റെ കാലാവധി. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേട്ടോ വിള എടുക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പൊ കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ല്. പഠിച്ചു വയ്ക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രഗിരി പുഴ, ഓപ്ഷൻ ബി ചാലിയാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി പാമ്പാർ. ഓർത്തു വെക്കുക, കേരളത്തില് നമുക്കറിയാം, ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എനിക്കറിയാം, പക്ഷെ എന്നാലും കേട്ടോളൂ. എന്താണ്? കേരളത്തില് ആകെ 44 നദികൾ ഉണ്ട്. അതറിയാമോ? അതിൽ 41 എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ അതിൽ 3 എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ആരൊക്കെയാണ്? പാമ്പാർ, അതുപോലെ എന്താണ്? കബനി, ഭവാനി, ഇവരൊക്കെ എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ്. ബാക്കി എല്ലാവരും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട്. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴ അല്ല, ചാലിയാർ അല്ല, പെരിയാർ അല്ല, ഏതാണ്? പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി എല്ലാവരും എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, ചാലിയാറിൻ്റെയൊക്കെ നീളം വേണമെങ്കിൽ പറയാം, 169 കിലോമീറ്റർ കേട്ടോ. അതുപോലെ പെരിയാറിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്? ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഇടുക്കി എറണാകുളമാണ് സ്ഥലം. ഒഴുകുന്ന വഴി ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി, അതുപോലെ തന്നെ എന്താണ്? എറണാകുളം. ഓക്കെ, അതുപോലെ ചന്ദ്രഗിരി പുഴ ഏത് ജില്ലയാണ്? കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓർത്തിരിക്കുക. 44 നദിയുണ്ട്. അതിൽ 41 പേരും പടിഞ്ഞാറോട്ട്, 3 ഇങ്ങോട്ട് ഒഴുകുന്നത്, കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, പാമ്പാർ, അതുപോലെ തന്നെ എന്താണ്? ഭവാനി. ഇവർ 3 പേരും ഇങ്ങോട്ടാണ് തിരിഞ്ഞൊഴുകുന്നവരാണ്. എങ്ങോട്ട്? കിഴക്കോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി കായംകുളം കായൽ, ഓപ്ഷൻ ഡി വേമ്പനാട് കായൽ. ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏതാണ്? വേമ്പനാട് കായൽ അല്ലേ? വേമ്പനാട് കായലാണ് ഏത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഓക്കെ, ശാസ്താംകോട്ട കായൽ നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ ശുദ്ധജല ആണല്ലേ. കായൽ ഒന്നാണ് എന്ത്? ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നീളം കൂടിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാമത്തെ ഏതാണ്? അഷ്ടമുടി കായൽ. വേമ്പനാട് കായലാണ് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കായലുകൾ എടുക്കുക, ഓരോ കായലുകളും ഏതൊക്കെ ജില്ലകളാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. നദി എടുക്കുക, ഇപ്പോൾ പെരിയാർ, അതുപോലെ ഏതെങ്കിലും നദി എടുക്കുക, അത് കൃത്യമായിട്ട് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നതെന്നുള്ളതും എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഇവിടെ കണ്ടോ, അറിയപ്പെടുന്ന. അപ്പൊ താഴെ പറയുന്നതിൽ സഹ്യപർവ്വതം എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി പൂർവഘട്ടം, ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ ഡി എന്താണ്? പളനിക്കുന്നുകൾ. അപ്പൊ ഏതാണ് താഴെ പറഞ്ഞതിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര? ഏതാണ്? അതെ, പശ്ചിമഘട്ടമാണ് താഴെ പറഞ്ഞതിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഏതാണ്? പശ്ചിമഘട്ടം അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? വിനോദ നികുതി, ഭൂനികുതി, കോർപ്പറേറ്റ് നികുതി, സ്റ്റാമ്പ് നികുതി. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണെടാ? വിനോദ നികുതി അല്ലേ. വിനോദ നികുതിയാണ് അതിനൊരു ഉദാഹരണം. പിരിക്കുന്ന നികുതിയാണ് കേട്ടോ വിനോദ നികുതി. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വേലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? അപ്പൊ സൈലന്റ് വേലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട്. അപ്പം ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം? പാലക്കാട്. ഏതാണ്? പാലക്കാട്. അപ്പൊ പാലക്കാടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വേലി ദേശീയോദ്യാനം എവിടെയാണ്ടാ? പാലക്കാടാണ്. ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഏതാണ്? കുന്തിപ്പുഴ. നദിയല്ല, പുഴ. ഏത് പുഴയാണ്? കുന്തിപ്പുഴ. അത് ഓർത്തു വെച്ചോളേ, കുന്തിപ്പുഴയുടെ കേസ്. അതുപോലെ നമ്മുടെ ഇടുക്കിയിൽ ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ. ഏതാണ്? ഇടുക്കിയിൽ ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ എന്താണ്? ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഇരവികുളം, ചിന്നാർ. അതുപോലെ തന്നെ എന്താണ്? പെരിയാർ ടൈഗർ റിസർവ്. ഇതൊക്കെ എവിടെയാണ്? പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ എവിടെയാണ്?
എവിടെയാണ്? ഇടുക്കി കേട്ടോ, ഇടുക്കിയാണ്. പാലക്കാട് എവിടെയാണ്? പാലക്കാടാണ് എന്ത്? സൈലന്റ് വാലി. സൈലന്റ് വാലി ഇനി പ്രത്യേകം ഓർത്തിരിക്കുക. അവിടെ സംരക്ഷിക്കപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ എന്താണ്? സിംഹവാല കുരങ്ങുകൾ. അപ്പൊ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുക. അപ്പൊ ഇത് ഓർത്തു വയ്ക്കുക. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ആണ്, അത് പാലക്കാട് ജില്ലയാണ്. ഓക്കെ, അത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഏതാണ്? ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മാലിന്യമുക്ത നവകേരളം, ഓപ്ഷൻ ബി തെളിനീരൊഴുകും നവകേരളം, ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ, ഓപ്ഷൻ ഡി ജൽ ജീവൻ മിഷൻ. അപ്പൊ ഏതാണടാ? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പൊ ഇത് ഓർത്തു വയ്ക്കണേ, ഹരിത കേരളം, ഇനി ഞാൻ ഒഴുകട്ടെ, ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരളം മിഷൻ പദ്ധതി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ ഒഴുകട്ടെ. അങ്ങനെയാണെങ്കിലേ ഈ മാലിന്യമുക്ത നവകേരളം ആരതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതുപോലെ തെളിനീരൊഴുകും എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ദെൻ അടുത്ത ജൽജീവൻ മിഷൻ എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെത്. ഓക്കെ, ഓർത്തിരുന്നോ? കേന്ദ്ര സർക്കാർ. ഇതൊക്കെ SCRT ടെസ്റ്റിനകത്തുണ്ട്. എന്താണ് ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? കേന്ദ്ര സർക്കാർ. അതുപോലെ തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതുപോലെ മാലിന്യമുക്ത നവകേരളവും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇനി ഞാൻ ഒഴുകട്ടെയാണ് എന്ത്? ഹരിത കേരള മിഷൻ പദ്ധതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതിയാണ് എന്ത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഓക്കെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഓപ്ഷൻ എ ആശ്വാസ കിരണം, ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം, ഓപ്ഷൻ സി സ്നേഹസ്വാന്തനം, ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ. ഇതിൽ ഏതാണ്ടാ? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതി പേരെന്തായിരുന്നു? സുഭിക്ഷ കേരളം. എന്താണ്? സുഭിക്ഷ കേരളം. അങ്ങനെയെങ്കിൽ ആശ്വാസ കിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ രോഗികളെ മുഴുവൻ സമയവും നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രതിമാസം നമ്മളൊരു തുക കൊടുക്കുന്നു. ആ ഒരു പ്രതിമാസം എന്താണ്? അവരെ സഹായിക്കാൻ ഒരു ധനസഹായം കൊടുക്കുന്നുണ്ട്. അതാണ് എന്ത്? ആശ്വാസ കിരണം എന്ന് പറയുന്നത്. എന്താണ്? ശാരീരികമായും, അതുപോലെ നമുക്ക് എഴുതാൻ അത് ശാരീരികമായും, അതുപോലെ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ, ശാരീരികമായും അതുപോലെ തന്നെ എന്താണ്? മാനസികമായുമുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്കല്ല, അവരെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോസൾഫാൻ. അപ്പൊ എന്താണ്? എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് കേരള കേരള സോഷ്യൽ എന്താണ്? സാമൂഹിക സുരക്ഷാ മിഷൻ. സാമൂഹിക സുരക്ഷാ മിഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ കേട്ടോ, സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ഓർത്തിരിക്കുക. ദെൻ ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലൈഫ് മിഷൻ നിങ്ങൾക്കറിയാം എന്താണ്? വീട് നിർമ്മിക്കുക. അതാണ് ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ലൈഫ് മിഷൻ. ലൈഫ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കേട്ട് ഇതായിരിക്കും. സുഭിക്ഷ കേരളം ഓർക്കുക. ഭക്ഷ്യ സ്വയം പര്യാപ്തത. ആശ്വാസ കിരണം എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ധനസഹായം. സ്നേഹസാന്ത്വന എൻഡോസൾഫാൻ. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി, ഓപ്ഷൻ ബി സൂര്യകുമാർ യാദവ്, ഓപ്ഷൻ സി ജോസ് ബട്ട്ലർ, ഓപ്ഷൻ ഡി സായ് സുദർശൻ. ആരാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരായിരുന്നു? വൈഭവ് സൂര്യവംശി. ഓക്കെ, വൈഭവ് സൂര്യവംശി ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഏത്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കുടുംബശ്രീയുടെ ജലമിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? എന്താണ്? കുടുംബശ്രീയുടെ ജലമിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതായിരുന്നു? ഏതായിരുന്നു? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയായിരുന്നു 2025 കുടുംബശ്രീയുടെ ജലമിഷൻ പുരസ്കാരത്തിന് എന്താണ്? ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതായിരുന്നു? ഏതായിരുന്നു? കൊല്ലം. ഏതായിരുന്നടാ? കൊല്ലം ജില്ല. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖത്തിനാണ്? ഏത് തുറമുഖത്തിനാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി മുംബൈ. അപ്പൊ
ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആയിരുന്നു ഏത്? വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഉദരാശത്തെയും ഔരസാശത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഓക്കെ, എന്താണ്? മനുഷ്യ ശരീരത്തിൽ ഉദരാശത്തെയും അതുപോലെ എന്ന് വെച്ചാൽ അബ്ഡോമിനൽ കേവിറ്റി ആണേ. ദെൻ ഔരാശത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? പെരികാർഡിയം. ഓപ്ഷൻ ബി മെനിഞ്ചൻസ്, ഓപ്ഷൻ സി ഡയഫ്രം, ഓപ്ഷൻ ഡി ആൽവിയോളൈ. ഏതാണ്? ഓപ്ഷൻ സി ഡയഫ്രം ആണ് കേട്ടോ. നെഞ്ചറ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊറാസിക് ക്യാവിറ്റി, അതാണ് നെഞ്ചറ, തൊറാസിക് ക്യാവിറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഉദരാശത്തെ അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റി നിർമ്മിതമാക്കിയത് ഏതാണ്? ഈ ഡയഫ്രം ആണ് കേട്ടോ. ഇനി ആദ്യം കാണുന്ന പെരികാർഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? പെരികാർഡിയം, ഓപ്ഷൻ എ പെരികാർഡിയം എന്താണ്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? പെരികാർഡിയം എന്ന് പറയുന്നത്. ദെൻ മെനിഞ്ചൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ നമ്മുടെ സുഷമ നാഡിയെയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പാളിയാണ് എന്ത്? മെനിഞ്ചൻസ് എന്ന് പറയുന്നത്. ആൽവിയോളൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ്? ശ്വാസകോശത്തിലെ വായു അറകളാണെന്ത്? ആൽവിയോളൈസ് എന്ന് പറയുന്നത്. അപ്പം ഉദരാശത്തെയും ഔരസാശത്തെയും വേർതിരിക്കുന്ന പേശി ഭിത്തിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡയഫ്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായത് നോക്കാം. ഭക്ഷ്യവിള ഇനം നെല്ല്, അക്ഷയ, മുളക്, ഉജ്ജ്വല, പയറ്, പവിത്ര, തക്കാളി, ലോല. ഇതിനകത്ത് ഏറ്റവും ശരിയായത് ഏതാണ് ശരിയായത്? ഓപ്ഷൻ എ 2 ആണ് ശരിയായത്. മുളക്, ഉജ്ജ്വല എന്നുള്ളതാണ് ശരി. ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ് കേട്ടോ. ബാക്കി എല്ലാ ഭക്ഷ്യവിളകളും അതിന്റെ ഇനവും തമ്മിൽ തെറ്റാണ്. പക്ഷെ എന്താണ്? മുളക്, ഉജ്ജ്വലയാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഇത്രയും വലിയ പ്രസ്താവന പറഞ്ഞ ആരാണ് നമ്മൾ പഠിക്കണം. എന്താണ്? മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വേണ്ടത്, മറിച്ച് വിളഭൂമിയാക്കണം എന്ന് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്ടേ? നോക്കാം. ഓപ്ഷൻ എ മസനോബു ഷിക്കോവക്ക, ഓപ്ഷൻ ബി സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ സി വാൻഗിരി മതായി, ഓപ്ഷൻ ഡി മാധവ് ഗഡ്ഗിൽ. ആരായിരുന്നു ഉത്തരം? ഓപ്ഷൻ എ മസനോബു ആണ് ഇങ്ങനെ പറഞ്ഞതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരുള്ളൂ എന്നും മനുഷ്യനാണ് കാടുകളും നീരുറവകളും അതുപോലെ ഭൂമിയുടെ ഫലപുഷ്ടിയൊക്കെ നശിപ്പിച്ചിരിക്കുന്നതെന്നും അതുപോലെ മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വേണ്ടത്, ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റണമെന്നും പറഞ്ഞത് ആരാണ്? മസനോബു ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര? ഓപ്ഷൻ എ 29.9%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 20.9%, ഓപ്ഷൻ ഡി 22%. എത്രയാണ്ടാ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത്? എത്രയാണ്? 20.9%. രണ്ടെണ്ണം കൺഫ്യൂഷൻ അടുപ്പിക്കായിട്ടുണ്ട് 29. അപ്പം മാത്രമല്ല രണ്ടും എയും സി ആയിട്ട് അടുപ്പിച്ചിട്ടേക്കാണ്. അപ്പം നമുക്ക് എന്താണ് ഉറപ്പായിട്ട് അത് കൺഫ്യൂഷൻ വരും. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ OMR ഷീറ്റിൽ എഴുതുമ്പോൾ തെറ്റി ചിലപ്പോൾ എ നോക്കിയിട്ട് സി ചെന്ന് കുത്തും, സി എന്നുള്ളത് മാറിപ്പോകും, അങ്ങനെ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 20.9%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ ബി, ഓപ്ഷൻ ഡി വൈറ്റമിൻ സി. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്താണെന്ന് അറിയാവോ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് എല്ലിനും പല്ലിനും ഒക്കെ ഇത് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതാ ഇവിടെ പല്ല് കണ്ടു, ആ പല്ല്, അപ്പോൾ അതാ വൈറ്റമിൻ ഡിയും കണ്ടു. ബാക്കി നമ്മൾ ഒരു ഓപ്ഷനും നോക്കൂല, നമ്മൾ ഓടി ചെന്ന് കുത്തുന്നു വൈറ്റമിൻ ഡിയിൽ. പക്ഷേ ഉത്തരം തെറ്റാണ്. എന്താണ് ഉത്തരം? തെറ്റാണ്. കാര്യം എന്താണ്? ചോദിച്ചിട്ടുണ്ട് ത്വക്ക്, സ്കിന്ന്. അപ്പം ത്വക്കിനും പല്ലിനും മോണ എന്നിവയുടെ ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചു, അത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്
എന്താണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. ഓക്കെ, അതിൽ മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മറ്റേ സ്കർവി, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് എന്ത്? സ്കർവി എന്ന് പറയുന്നത്. സ്കർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണയിൽ നിന്നുമുള്ള രക്തസ്രാവമാണ് എന്ത്? സ്കർവി എന്ന് പറയുന്നത്. എന്താണ്? മോണയിൽ നിന്നുമുള്ള രക്തസ്രാവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കർവി എന്ന് വിളിക്കുന്നത്. അത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ സലീം അലി, ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ, ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ഡി ഡോക്ടർ വിക്രം സാരാഭായ്. നിങ്ങൾക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അവിടെ കൺഫ്യൂഷൻ ഒന്നും അടിക്കുക ഒരു ഫാക്റ്റും അവിടെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, അവിടെ വേറെ ഡൗട്ട് ഒന്നും വരാനില്ല. സലീം അലി എന്ന് പറഞ്ഞാൽ പക്ഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അബ്ദുൽ കലാമും അല്ല, വിക്രം സാരാഭായ് ഒന്നും അവിടെ എന്താണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ, കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? അപ്പൊ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൽ പൊക്കുടൻ. അടുത്ത ഓപ്ഷൻ ബി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, ഓപ്ഷൻ സി TP പത്മനാഭൻ, ഓപ്ഷൻ ഡി ജോൺ C ജേക്കബ്. അപ്പൊ ആരുടേതാണ്? അതെ, ഓപ്ഷൻ എ കല്ലേൽ പൊക്കുടൻ. ഓക്കെ, കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, കല്ലേൽ പൊക്കുടൻ. അത് ആ പേരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കെമിസ്ട്രിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. രസതന്ത്രം അങ്ങോട്ട് സയൻസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 32. അപ്പോൾ ഏതാണ്? ഏത് ആറ്റത്തിന്റെ ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 8 എണ്ണമാണ് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. എത്രയാണ്? 8. ഓക്കെ, 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏത്? ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചു നോക്കിയാൽ ഈ എലമെന്റ്സും അതിന്റെ ഓറും ആകെ ഒരു 5-6 അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഈ തന്നിരിക്കുന്ന സംയുക്തങ്ങൾ അലുമിനിയത്തിന്റെ ധാതു ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കലാമിൻ, ഓപ്ഷൻ ബി കുപ്രേറ്റ്, ഓപ്ഷൻ സി ക്രയോലൈറ്റ്, ഓപ്ഷൻ ഡി മാഗ്നറ്റൈറ്റ്. അപ്പൊ ഏതാണ്? കലാമിൻ ആണോ? അല്ല, അത് സിങ്കിൻ്റെതാണ്. ദെൻ കുപ്രേറ്റ് ആണോ? അല്ല, അത് കോപ്പറിൻ്റെതാണ്. ക്രയോലൈറ്റ് ആണോ? അതെ, ക്രയോലൈറ്റ് ആണ്. ഏതിന്റെ? അലുമിനിയത്തിന്റെ. അപ്പൊ ക്രയോലൈറ്റ് ആണ് എന്ത്? അലുമിനിയത്തിന്റെ അയിര് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്രയോലൈറ്റ് ആണ്. ദെൻ കലാമിൻ നമ്മൾ പറഞ്ഞു സിങ്ക്, കുപ്രേറ്റ് നമ്മൾ പറഞ്ഞു കോപ്പർ, മാഗ്നറ്റൈറ്റ് ഏതാണ്? അയണിൻ്റെതാണ് കേട്ടോ, മാഗ്നറ്റൈറ്റ് അയൺ. അപ്പം തന്നിരിക്കുന്ന സംയുക്തങ്ങൾ അലുമിനിയത്തിന്റെ ധാതു ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രയോലൈറ്റ് ആണ്. കലാമിൻ സിങ്ക്, കുപ്രേറ്റ് കോപ്പർ അത് കണക്റ്റഡ് ആയിട്ട് നമുക്ക് എളുപ്പമാണ്. മാഗ്നറ്റൈറ്റ് അയൺ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കാലറി എന്ന് പറയുന്നത് എത്ര ജൂൾ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 4.2, ഓപ്ഷൻ സി 0.42, ഓപ്ഷൻ ഡി 420. എന്തായാലും നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കാലറി എത്ര ജൂളാണ്? ഒരു കാലറി എന്നുള്ളത് 4.2 ജൂൾ. എത്രയാണ്? 4.2 ജൂളാണ് കേട്ടോ. ഒരു കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂൾ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയാണ് ശബ്ദപ്രവേശനം പ്രയോജനപ്പെടുത്തുന്നു. ഓപ്ഷൻ എ തറയിലൂടെ, ഓപ്ഷൻ ബി വായുവിലൂടെ, ഓപ്ഷൻ സി ശൂന്യതയിലൂടെ, ഓപ്ഷൻ ഡി ജലത്തിലൂടെ. ഏതാണ്? ഓഫ് കോഴ്സ് ഏതാണ്? തറയിലൂടെ അല്ലേ? നമുക്കറിയാം ഇത് തറയിലൂടെയാണ് അല്ലേ. നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വരുത്താൻ ഒരു ഫാക്റ്റും അവിടെ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മില്ലിമീറ്റർ. ഓപ്ഷൻ എ മില്ലിമീറ്റർ, ഓപ്ഷൻ ബി ഗ്രാം, ഓപ്ഷൻ സി മില്ലിഗ്രാം, ഓപ്ഷൻ ഡി കിലോഗ്രാം. അപ്പോൾ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം അല്ലേ? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിലോഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ശുക്രനിൽ പരിവേഷങ്ങൾ നടത്തുന്നതിനാൽ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ശ്രദ്ധിച്ചേക്കുക. ശുക്രനിൽ പരിവേഷങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? വെറീന 1, ഓപ്ഷൻ ബി വേഗ 1, ഓപ്ഷൻ സി മറൈനർ 1, ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. ഇതിൽ ഏതാണ്? ശുക്രനിൽ പരിവേഷണങ്ങൾ നടത്താൻ ISRO തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. എന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ. ഓക്കെ, വീനസ് ഓർബിറ്റർ മിഷൻ. ഇത് ശുക്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു
അതുകൊണ്ട് തന്നെ ഇതിനെ ശുക്രയാൻ 1 എന്ന് കൂടി അറിയപ്പെടുന്നു. ഓക്കെ, ശുക്രയാൻ 1 എന്ന് കൂടി വീനസ് ഓർബിറ്റർ മിഷൻ അറിയപ്പെടുന്നു. ശുക്രയാൻ 1 ഓർത്തിരിക്കുക. അപ്പൊ ശുക്രനിൽ പരിവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? വീനസ് ഓർബിറ്റർ മിഷൻ. അതിന് ശുക്രയാൻ 1 എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ദിവസം നോക്കിയേ, താഴെ തന്നിട്ടുള്ളതിൽ 2024 രസതന്ത്ര വിഭാഗം നൊബേൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? എപ്പോഴും ഒരു കാര്യം ഓർക്കണം, രസതന്ത്രത്തിൽ 3 പേരെ പേര് കാണും. അപ്പൊ എന്തായാലും ബന്ധമില്ലാത്ത ആളെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആള് ജോൺ ജേപ്പർ, ഡേവിഡ് ബെക്കാർ, ഓപ്ഷൻ ഡി ഡെമ്മിസ് ഹസാബിസ്. ഇതിൽ ആരാണ് രസതന്ത്ര വിഭാഗത്തിൽ നൊബേൽ അവാർഡ് 2024 ലഭിക്കാത്ത ആള്? ആരായിരുന്നു? ഹാൻകൻ. അതുപോലെ 2025 3 പേർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സുസുമു കിറ്റാവ, അതുപോലെ തന്നെ എന്താണ് റിച്ചാർഡ് റോബ്സൺ, അതുപോലെ തന്നെ എന്താണ് ഒമർ എം യാക്കി. ഇവർ 3 പേരുമായിരുന്നു നമ്മുടെ 2025. അത് ഓർത്തിരിക്കുക. 2024 ചോദിച്ചെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എടുത്ത് എഴുതിക്കോ. 2025 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ 3 പേരുടെ പേരും എഴുതിക്കോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ എ കൊർണിയം ബാക്ടീരിയം ഡിഫ്തീരിയ, ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ഓപ്ഷൻ ഡി അനോഫിലസിസ്. ശ്രദ്ധിക്കുക, എലിപ്പനിക്ക് കാരണമായത്. അപ്പൊ എലിപ്പനി കാരണമായ ഒന്നാമത്തെ ആളെ നോക്കിയേ, കൊർണിയം ബാക്ടീരിയം ഡിഫ്തീരിയ. അവിടെ തന്നെ ഉണ്ട് അസുഖം, ഡിഫ്തീരിയതാണ്, അപ്പൊ അതല്ല. ദെൻ ലെപ്റ്റോസ്പൈറ, ദെൻ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, അതിൽ തന്നെ ഉണ്ട് ട്യൂബർക്ലോസിസ്, അതുമല്ല. ദെൻ അനോഫിലസ്, അതുമല്ല. അനോഫിലസ് എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ പരത്തുന്ന രോഗമാണ് അല്ലേ, മലേറിയൊക്കെ പരത്തുന്നത്. ദെൻ ലെപ്റ്റോസ്പൈറയാണ് എന്ത്? എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെ. ഓപ്ഷൻ ബി ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ. ഓപ്ഷൻ സി HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. ഓപ്ഷൻ ഡി കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളൂടെ. എങ്ങനെയാണ്? സ്പർശനം, ഹസ്തദാനം ചെയ്തു എന്ന് വെച്ച് എയ്ഡ്സ് പകരുമോ? ഇല്ല. ദെൻ ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയാണോ? അങ്ങനെയും അല്ല. കൊതുകോ ഈച്ചയോ എന്ന പ്രാണികൾ അവരെ കടിച്ചിട്ട് വന്ന് നമ്മളെ കടിക്കുമ്പോൾ വരുന്ന അസുഖമാണോ? അതും അല്ല. പിന്നെ എങ്ങനെയാണ്? സെക്ഷലി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം അതിലൂടെയാണ് പകരുന്നത് കേട്ടോ. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എന്താണ്? എയ്ഡ്സ് രോഗം പകരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തസ്രാവം, അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഹീമോഫീലിയ, ഓപ്ഷൻ ബി അനീമിയ, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി പ്രമേയം. എന്താണ് അനീമിയ എന്ന് പറഞ്ഞാൽ? എന്താണ്? വിളർച്ചയാണ് അല്ലേ. അനീമിയ എന്തായാലും എന്താണ്? രക്തസ്രാവം അല്ല. ദെൻ പ്രമേഹം നിങ്ങൾക്ക് അറിയാലോ, ക്യാൻസറും അല്ല. പിന്നെ ഏതായിരിക്കും? ഹീമോഫീലിയാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഓപ്ഷൻ എ ഫാറ്റി ലിവർ, ഓപ്ഷൻ ബി തിമിരം, ഓപ്ഷൻ സി മന്ത്, ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ. അറിഞ്ഞൂടെ? പുകവലി ശ്വാസകോശത്തിനാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ളത്. അപ്പം ഓഫ് കോഴ്സ് ഇതിന്റെ ഉത്തരം എന്താണ്? ശ്വാസകോശ ക്യാൻസർ അല്ലേ. ബാക്കി ഫാറ്റി ലിവർ ഒക്കെ ഇതിൽ ശ്വാസകോശത്തിൽ വരുന്നതല്ല, ലിവറിന് വരുന്നതാണ്. അതൊക്കെ തിമിരം, കണ്ണ്, മന്ത്, അതൊന്നും അല്ല. ഏതാണ്? ശ്വാസകോശ ക്യാൻസർ ആണ് പുകവലി മൂലം ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്ഷയരോഗ ബാധയെ തടയുന്നതിനായി ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഒന്നാമത്തത് കോവാക്സിൻ, ഓപ്ഷൻ ബി BCG, ഓപ്ഷൻ സി പോളിയോ വാക്സിൻ, ഓപ്ഷൻ ഡി മീസിൽസ് റുബല്ല വാക്സിൻ. അപ്പം ക്ഷയരോഗത്തെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണോ? അല്ല, അതൊക്കെ നമുക്കറിയാം അല്ലേ. നമുക്കറിയാം കോവിഡിന് വേണ്ടിയാണ് കോവാക്സിൻ. അതുപോലെ BCG ആണ് എന്തിനുള്ളത്? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട വാക്സിൻ. ദെൻ പോളിയോ വാക്സിൻ ഏതാണ്? പോളിയോ. ദെൻ മീസിൽസ് റുബല്ലയാണെങ്കിലും നമുക്കറിയാം MMR. അപ്പൊ ഏതാണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്? BCG വാക്സിൻ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ പറയുന്നവയിൽ വായുജന രോഗമല്ലാത്തത് ഏത്? വൈറൽ ഡിസീസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഏത്? ഒന്ന് ഓപ്ഷൻ എ അഞ്ചാംപനി, ഓപ്ഷൻ ബി TB, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കുഷ്ഠം. അപ്പൊ ഇതിൽ ഏതാണ് വായുജന രോഗമല്ലാത്തത്? മലേറിയ. മലേറിയ എന്ന് പറഞ്ഞാൽ കൊതുക് പരത്തുന്ന അസുഖമാണ് അല്ലേ. അല്ലാതെ ഉണ്ടാവുന്നതാണോ? വായുവിൽ നിന്ന് ഉണ്ടാവുന്ന അസുഖമാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? കൊതുക് വഴി ഉണ്ടാവുന്ന അസുഖമാണല്ലേ. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള
സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഓപ്ഷൻ ബി വിദ്യാകിരണം, ഓപ്ഷൻ സി ശ്രുതി തരംഗം, ഓപ്ഷൻ ഡി ആരോഗ്യകിരണം. അപ്പം 18 വയസ്സിൽ പ്രായമുള്ള കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒറ്റ കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആരോഗ്യ കിരണം പദ്ധതി. ഓക്കെ, ആരോഗ്യ കിരണം പദ്ധതി. ഓക്കെ, സൗജന്യമായിട്ട് ചികിത്സ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആരോഗ്യ കിരണം പദ്ധതി. ദെൻ വിദ്യാകിരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓൺലൈൻ പഠനത്തിനായി പാവപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായിട്ട് ലാപ്ടോപ്പും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് നൽകുന്നതാണ് വിദ്യാകിരണം. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ഓക്കെ, എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ് എന്ത്? ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറയുന്നത് കേൾവി കുറവുള്ള കുട്ടികൾക്ക്, വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഒക്കെ ഉറപ്പുവരുത്തുന്ന സാധനമാണ് എന്ത്? ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 18 വയസ്സിൽ താഴെ കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആരോഗ്യ കിരണം. അടുത്ത ദിവസം നോക്കി, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ ശ്രദ്ധിക്കുക, ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓക്കെ, 1 ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യ ധനസഹായം, 2 ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം, 3 PHSകളെ FHSകളായി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ഓപ്ഷൻ ഡി ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. ഇതിൽ ഏതാണ് ഉത്തരം? ഏതാണ്? അതെ, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ധനസഹായം എന്നുള്ളതാണ് ആർദ്ര മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ബാക്കി ഇത് ഉൾപ്പെടും. എന്താണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങളാണ്. അതുപോലെ PHSC എന്നുള്ളതിനെ FHSC ആക്കി മാറ്റുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ദെൻ അടുത്തത് ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, പല ഉൾപ്പെടാത്ത ഏതാണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യ ധനസഹായം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പ്രമേഹം, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി അഞ്ചാമനി. അപ്പൊ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം എന്ന് പറയുന്നത്? അശ്വമേധം ഏതാണ്? കുഷ്ഠം. ഇതൊക്കെ ഒരുപാട് PSC ക്വസ്റ്റ്യനുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏത്? കുഷ്ഠം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ സി ഗ്രേറ്റ് ബ്രിട്ടൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ചൈന. ആർക്കാണ്? ഓപ്ഷൻ ഡി ചൈന. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത്. എത്ര എണ്ണമാണ്? 220 എണ്ണം കിട്ടി. അതിൽ 94 സ്വർണ്ണമാണ് കിട്ടിയത്. ഇനി രണ്ടാമത് കിട്ടിയതാണ് എന്ത്? ഗ്രേറ്റ് ബ്രിട്ടൻ. ഏറ്റവും കൂടുതൽ കിട്ടിയ രണ്ടാമത്തെ രാജ്യമാണ് അത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാരായിരുന്നു? USA. ഇനി ഇന്ത്യ എത്രാമതായിരുന്നു എന്നറിയാമോ? 18. ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചോളണം ഏടാ. ഇന്ത്യ 18, 3-ാം സ്ഥാനം USA, 2-ാം സ്ഥാനത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ, 1-ാമത് ചൈന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഏതാണ്? വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയപ്പെട്ട 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ആരാണ്? കേരളം. ഏതാണ്? കേരളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം സൗത്ത്, ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത്, ഓപ്ഷൻ സി തിരുവനന്തപുരം ഈസ്റ്റ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം വെസ്റ്റ്. ഏതാണ് ഉത്തരം? ഏതാണ്ടാ? ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണെന്ന്? തിരുവനന്തപുരം നോർത്ത് അല്ലേ? തിരുവനന്തപുരം നോർത്ത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ സാൻ ഫെർണാണ്ടോ, ഓപ്ഷൻ ബി MSC കോൾഡ് ഗിഗാറെറ്റ്, ഓപ്ഷൻ സി MV കൈരളി, ഓപ്ഷൻ ഡി നാവിയോ സ്റ്റംബോ. ഏതായിരുന്നു? നിങ്ങൾക്കറിയാലേ, നിങ്ങൾ കറണ്ട് അഫയർ ആണിതൊക്കെ. ഓപ്ഷൻ ബി ആണ് കേട്ടോ, MSC ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് 117/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഒരു 80 ക്വസ്റ്റ്യൻ, നമ്മളൊരു GK പാർട്ടിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷൻസും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി സെറ്റാക്കുക. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് വരുന്ന PYQ സീരീസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നതിനാണ്ടി നിങ്ങൾ സഹകാരി PSCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.